നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തികളുടെ കറൻറ്റ് തോട്ട്സ് എന്താണെന്നാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഒരു കറൻറ്റ് തോട്ട്സ്, എനർജി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ വാളണ്ടിയേഴ്സ് ഡേ ആയിരുന്നു, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ എനർജി എങ്ങനെ കണക്റ്റഡ് ആവുന്നു, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചോ, എന്താണ് ചിന്തിച്ചതെന്നാണ് നോക്കുന്നത്. അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനോ റിയൂണിയൻ എനർജിയിലേക്കോ വരുമോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആകുന്ന നല്ലൊരു റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ എനർജി അതിലേക്ക് കണക്റ്റഡ് ആവാനും കറക്റ്റായിട്ട് നിങ്ങൾക്കത് റെസനേറ്റ് ആവാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ നിങ്ങളോട് ആ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, ആ ബന്ധങ്ങളിലെല്ലാം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സമാധാനവും സന്തോഷവും സ്നേഹവും, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും നിങ്ങളത് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആവുകയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് പോസിറ്റീവായിട്ട് വരികയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വരേണ്ട മാറ്റം എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നത് അഫർമേഷൻസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത്, ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാത്തത്. നിങ്ങൾ ചിലപ്പോൾ ഒരിക്കൽ കണ്ട റീഡിങ്സ് ആണെങ്കിലും വീണ്ടും നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻസുകളുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇതൊരു ഒരു സോൾ എനർജിയെ കണക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ എനർജിയെ കണക്റ്റ് ചെയ്യുക. പ്രാർത്ഥനയോടുകൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിന് വ്യക്തമായിട്ടും ഒരു മറുപടി ഇതിനകത്ത് നിന്നും ലഭിച്ചിരിക്കും. നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിച്ചാൽ കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ടു സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അവർക്ക് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത്. മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്നു, അവരുടെ ചിന്തകൾ അവരെ ഇങ്ങനെ തിരുത്തുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ തോട്ട്സ് അത്ര കറക്റ്റ് അല്ല, വളരെയധികം ഡിസ്റ്റർബൻസ് ആയ ഒരു എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ബ്ലൈൻഡ് എനർജിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം നിങ്ങളെ മിസ്യൂസിങ് ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ആ ഒരു ലാഘവവും ആ ഒരു ഹാപ്പിനെസ്സൊക്കെ ഇപ്പോൾ അവസാനിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ച ഒരു റിലേഷൻ്റെ എനർജിയിലാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ നിൽക്കുന്നത്. അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കവും പ്രോബ്ലംസുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ജനുവരി മാസക്കാരുടെ എനർജിയും അതുപോലെ ഏപ്രിൽ മാസത്തിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ളൊരു എനർജിയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി, ജൂൺ മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത് ജൂൺ മാസത്തിൻ്റെ എനർജിയുടെയും പ്രസൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവില്ല എന്നല്ല, ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു എനർജികളിലാണ്. ശരിക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റേതായ നെഗറ്റിവിറ്റി നിങ്ങൾ ഇതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ പ്രസൻസ് ഇതിൽ കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫിലെ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ചില കർമ്മ ബേസ് ഈ ഒരു റിലേഷനിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചീറ്റിംഗ് സംഭവിച്ചതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റിലേഷൻ തന്നെയായിട്ടാണ് കാണുന്നത്.
എന്താണെങ്കിലും അവരുടെ മനസ്സിനകത്ത് അവർക്കൊരു സ്തംഭനാവസ്ഥയാണ് കേട്ടോ. അവർക്കൊരു വല്ലാത്ത ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവരൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരിപ്പോൾ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ അവരുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ബ്ലോക്കേജ് കാണുന്നുണ്ട്. ഒരു എഫേർട്ടിങ് എനർജിയിൽ നിൽക്കുകയാണ്. അവരെത്ര ശ്രമിച്ചിട്ട് അവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. അത് അവരെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവിൻ്റെ, കുറ്റബോധത്തിൻ്റെ, എവിടെയാണ് എൻ്റെ ഒരു റോങ് സിറ്റുവേഷൻ നിൽക്കുന്നത്, എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ബ്ലൈൻഡ് എനർജിയാണ്, അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും അവരുടെ ചിന്തകളിൽ നിങ്ങളോട് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം വല്ലാതെ അവരെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അവർ ഇച്ചിരി കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയും ഒരു ബൗണ്ടറിയൊക്കെ തീർത്ത സിറ്റുവേഷൻസ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഇൻസിഡൻറ്റ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നത് നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസാണ്. ഒരുപാട് വിശ്വാസ വഞ്ചന നിങ്ങൾ നേരിട്ട ഒരു റിലേഷനെയാണ് കാണുന്നത്. നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി പോയി എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്തത്, എത്രത്തോളം കോൺഫിഡൻസോട് കൂടിയാണോ നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നത്, അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു തകിടം മറിഞ്ഞ ഒരു സിറ്റുവേഷൻസ് അതവർ വല്ലാതെ അവരെ ഇപ്പോൾ പിടിച്ച് അലട്ടുന്നുണ്ട്. അവർ കുറ്റബോധപ്പെടുന്നുണ്ട്. അവർക്കിപ്പം നിങ്ങൾ മിസ്സിങ് എനർജിയിലാണ്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. അവരെന്താണെങ്കിലും കറൻറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളെ ഒരു പക്ഷേ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രസൻസും അവർക്ക് ആവശ്യമില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഇതൊരു പരിപൂർണതയിൽ എത്തില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു പേഴ്സണാണ് കേട്ടോ. തിരിച്ചു വരില്ല, ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല, നിങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയുമില്ല. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം ഏത് തരത്തിലാണെങ്കിലും അത് പൂർണ്ണമായിട്ടും അവർ മുറിച്ചു മാറ്റിയ എനർജിയിലൂടെ നിങ്ങളിൽ നിന്നും മറ്റെന്തൊക്കെയോ വിശ്വാസങ്ങൾ, അവരുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നിങ്ങളിൽ നിന്നും പോയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ചൊരു ചോദ്യചിഹ്നമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ജഡ്ജ്മെൻറ്റിങ് പോലെ അവരുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെത്രയൊക്കെ നിങ്ങളെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങളിൽ നിന്നും മാറാൻ ശ്രമിച്ചാലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അത് നിങ്ങൾ തമ്മിലുള്ളൊരു ടിൻ ഫ്ലെയിം ജേണിയുടെ പ്രസൻസാണ് കേട്ടോ. രണ്ട് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കാത്ത വിധം ഒരു കാണാൻ മറയത്താണെങ്കിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അതൊരു വെല്ലുവിളി പോലെ അവരുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഓരോരോ നിമിഷങ്ങളും ദിവസങ്ങളും അവർ ഓവർകം ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു പ്രോബ്ലംസിനെ അവരൊന്ന് ഓവർകം ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴും കൂടുതൽ പവർഫുള്ളായിട്ട് നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിരിക്കുന്ന ഒരു ബെർഡനിലാണ് അവർ ആവശ്യമില്ലാത്ത ഭാരം മുഴുവൻ തലയിൽ ചുമക്കേണ്ടി വരുന്ന പോലത്തെ, അവർക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് ഒരു അടി പോലും വെക്കാൻ പറ്റാത്ത വിധം ഒരു ബെർഡൻ എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. അവർ ദിശ മാറി സഞ്ചരിക്കുന്നു എന്ന് പറയാം. കറക്റ്റായിട്ട് വെളിച്ചമുള്ള വഴി അവർ ബ്ലോക്കായി കണ്ട് അത് തെറ്റായ മാർഗമായിട്ട് കണ്ടുകൊണ്ട് അവരിപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു ദിശ മാറിയുള്ള സഞ്ചാരമായിട്ടാണ് കാണുന്നത്. അതായത് എവിടേക്കാണ് എത്തിച്ചേരുക എന്നൊരു ഉറപ്പില്ലാതെ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനിങ് ഇല്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ നല്ല വലിയൊരു ബൗണ്ടറി തീർത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരു രീതിയിലും നിങ്ങളുടെ പ്രസൻസ് ലഭിക്കാത്ത വിധം, നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആവരുത് എന്നുള്ള വലിയ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അവർ ശക്തമാകുന്ന ഒരു ബൗണ്ടറി തീർത്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ ബൗണ്ടറിക്ക് അപ്പുറം നിന്നുകൊണ്ട് അവർ തന്നെയാണ് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തീർത്ത ആ ഒരു മതിൽക്കെട്ട് അവർക്ക് പൊളിച്ചു പുറത്തേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് അവസാനിപ്പിച്ച് കളയാൻ പറ്റാത്ത വിധം അവർ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് അവർ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന,
വരുന്ന അല്ലെങ്കിൽ സ്വയം ഉരുകി തീരേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. വളരെ സ്ട്രെസ് എനർജിയിലാണ് കേട്ടോ അവർ നിൽക്കുന്നവർക്കൊരു സമാധാനമില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിന്നെ അവരെ മറ്റാരൊക്കെയോ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഷെയറിങ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. അവരുടെ മുന്നിലുള്ളതെല്ലാം ഒരു ശരിക്കും മൂർച്ചയേറിയ വാളുകൾ തന്നെയാണ് അവർക്ക് നേരെ നിൽക്കുന്നതെല്ലാം. അപ്പം അവരെ സംബന്ധിച്ച് ആകെ ഇപ്പം അവരുടെ ആ ഒരു ചിന്തകളിൽ ശരിക്കും വിശ്വാസത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അവർക്ക് കടന്നു പോകാൻ പറ്റിയിരുന്ന ഒരു എനർജി നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളത് അവർ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷേ അവർക്ക് ദിശ മാറി സഞ്ചരിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, തിരിച്ചു പാസ്റ്റിലേക്ക് വരണോ മുന്നോട്ടേക്ക് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ അവർ മുന്നോട്ടേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബർഡൻ പോലെ അവർക്ക് പറ്റുന്നില്ല എങ്കിലും അവരെല്ലാം സഹിച്ചു മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു പൂർണ്ണത കിട്ടുന്നില്ല. ശരിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ബാലൻസ് വരുന്നില്ല. കാരണം അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. കാരണം ചെറിയ കർമ്മ ബേസും കൂടി അവരിൽ നിൽക്കുന്നത് കൊണ്ടാവാം. ഓവർ തിങ്കിങ് ആണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മിക്സ് ചെയ്തുള്ള ഒരു തിങ്കിങ് എനർജിയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു അവസരവും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. പഴയ അത്രയും പൂർണ്ണതയോടുകൂടി ഇനി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിൽ എപ്പോഴും അവരെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയേ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഒരു ടെലിപ്പതി മെസ്സേജ് പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചില സമയത്ത് അവരുടെ പ്രസൻസ്, അവർ നിങ്ങളെ വരുന്നു, നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ടെലിപ്പതി എനർജിയുടെ പ്രസൻസാണ്. അവരുടെ ചിന്തകൾ അത്രത്തോളം ഗാഢമാകുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു പ്രസൻസ് കണക്റ്റഡ് ആകുന്നത്. അവരൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ കറൻറ്റിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എനർജിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് തട്ടുകേട് വന്നിരിക്കുന്ന പല കാര്യങ്ങളെയും, മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ പോലും, കരിയർ ആവാം, സാമ്പത്തികപരമാവാം, ഹെൽത്ത് പരമാവാം, അവർക്ക് ചുറ്റും വേണ്ടപ്പെട്ട ബ്ലഡ് റിലേഷൻ എനർജികളാവാം, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിച്ച് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പ്ലസ് നിങ്ങളെ മാനിഫെസ്റ്റിംഗ് പോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മാനിഫെസ്റ്റേഷൻ പോലെ ഒരു ടെലിപ്പതി എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊരു പ്രതീക്ഷയായിട്ട് തന്നെ അതും അവർ കാണിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. സ്വപ്നം റിയാലിറ്റി ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചത് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് അവരുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ശക്തമാകുന്ന നിരാശ അവരെ ബാധിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻ തല കുത്തി വീണത്, അല്ലെങ്കിൽ അതിനകത്തൊരു ട്രാജഡി എനർജി വന്നതിന് കാരണം ഇവരുടെ പ്രോബ്ലംസാണ്. ഇവരുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഇവരുടെ ഈഗോ, ഇതെല്ലാം ഇതിനകത്ത് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള വേറെ ചില ഓപ്പർച്യൂണിറ്റീസുകൾ ഒക്കെ കണക്റ്റ് ചെയ്തപ്പോൾ നിങ്ങളിൽ അവിടെ ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാക്കി കളഞ്ഞു. അത് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കുറ്റബോധം പോലെ അവർ നിരാശപ്പെടുന്നു. നഷ്ടപ്പെട്ട ഒരു എനർജി. അതായത് നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ആ ഒരു കാര്യത്തെ നമുക്ക് കളയേണ്ടി വന്നുവെങ്കിൽ, നഷ്ടപ്പെടുത്തേണ്ടി വന്നുവെങ്കിൽ, ഇപ്പം അതിൻ്റെ വാല്യൂ മനസ്സിലായപ്പം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനോ ആ ഒരു നഷ്ടത്തെ മനസ്സിലാക്കി ഒന്ന് മൈൻഡ് പോസിറ്റീവാക്കി വെക്കാനോ സാധിക്കുന്നില്ല. വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് ലവേഴ്സ് എനർജിയാണ് കേട്ടോ. അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല വിശ്വാസവും സ്നേഹവും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റും പൂർണ്ണതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ആയിരുന്നു നിങ്ങളെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്ന് വളരെ ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അവരൊരു നീതിക്ക് വേണ്ടിയിട്ട്, അവർക്കടെ ആ തെറ്റുകളെല്ലാം ഒന്ന് തിരുത്തി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും, അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് പാർട്ടി പ്രസൻസിനെ പോലും അവർ ഒഴിവാക്കി
ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലേക്ക് ഒരു നെഗറ്റീവായ ബന്ധങ്ങളും വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അവർ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രാർത്ഥന, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കണം, നിങ്ങൾ അവരിൽ നിന്നും മാറിപ്പോവരുത് എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരാനോ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ ഒക്കെ അവർക്കൊരു ഈഗോ എനർജി ഉണ്ടാകും. പക്ഷേ അവരുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കണം, നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകരുതേ എന്നുള്ളതാണ്. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി പ്രസൻസിനെ ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമയവും നിങ്ങളോടൊത്തുള്ള നിമിഷങ്ങളും അവരാഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ റിലാക്സ് ആയിട്ട് സമാധാനപരമായിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ്. ഒരു അവസരത്തിന് വേണ്ടിയിട്ടാവാം വളരെ ശാന്തമായിട്ട് സമാധാനപരമായിട്ട് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതിനകത്ത് വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചിലരൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. എബ്രോഡ് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് നിങ്ങൾ വന്ന് ചേരട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവരവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതിനോടൊപ്പം കാലം അനുകൂലമാകും, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുമെന്ന് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലുള്ളവരുടെ സിറ്റുവേഷൻസിൽ ആ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് നല്ലൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കും. അവരുടെ ക്ഷമയോടുകൂടിയുള്ള വെയിറ്റിംഗ് എനർജിയും കാര്യങ്ങളെല്ലാം ഒന്ന് കാലം അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലാരിറ്റിയോടുകൂടി വരട്ടെ എന്ന് ചിന്തിച്ച് വെയിറ്റിംഗ് ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ചുറ്റുപാടും തടസ്സങ്ങളുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പോലെ മറ്റ് സാഹചര്യങ്ങൾ, ഫാമിലി മറ്റുമൊക്കെ ഉള്ളവരും എല്ലായിടത്തും ഒരു സമാധാനപരമാകുന്ന തീരുമാനം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു വെയിറ്റിംഗ് എനർജിയിൽ, അതായത് കാലം അനുകൂലമാകുമ്പോൾ നിങ്ങളുടേതാകുന്നൊരു സമയം വരുമ്പം ആ ഒരു എവിടെ എന്തൊക്കെയാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്നും പോയി മറയും, അതൊക്കെ അവസാനിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ ഇവരെ വളരെ സൈലൻ്റായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻസിൽ നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സൺറൈസിങ് എനർജിയാണ് കേട്ടോ. ഒരു വിജയമുണ്ട്, ഒരു വിജയഗാഥ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നും ആ ഒരു വ്യക്തിക്ക് ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുമെന്നും, സിംഗിൾ എനർജിയിലേക്കൊക്കെ ഉള്ളവരെ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളെ എല്ലാം മാറ്റി, എന്തൊക്കെയാണ് ഇപ്പോൾ ഫാമിലി പരമായിട്ടാണെങ്കിലും എല്ലാം വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചേർത്ത് നിർത്തപ്പെടും എന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇമോഷണൽ ഈഗോ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയൊരു മടിയാണ് കേട്ടോ കാണിക്കാനായിട്ട്. കാരണം നിങ്ങളുടെ ഒരു സമയം എന്ന് പറയുന്നത് മോശം ഒരു ഡെസ്റ്റിനിയാണ്. നിങ്ങൾ പാസ്റ്റ് ലൈഫ് എനർജി പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് വിധിയുടെ ചെറിയ കളികൾ കൂടി അതിനകത്ത് കളിക്കുന്നുണ്ട്. അതായത് ഒരുമിച്ച് ചേർക്കേണ്ടതിനെയാണ് വിധി ഒരുമിച്ച് ചേർക്കുകയുള്ളൂ, അല്ലാത്തതിനെ എപ്പോഴും വിധി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഒന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡബിൾ എനർജി പ്രസൻസ്, ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെ അസൂയയോടുകൂടി ചിന്തിക്കുന്നവരും കാണുന്നവരും ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ ഈ തേർഡ് പാർട്ടി പോലെ മുടക്കം വരുത്തി വെക്കുന്നവരുണ്ടാവാം. എന്താണെങ്കിലും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നെഗറ്റീവാകുന്ന സമയത്തിൻ്റെയോ ചിന്തകളുടേതോ മറ്റു വ്യക്തികളുടെയോ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഈഗോയിലാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്ക് പ്രതീക്ഷയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും, ന്യൂ ബിഗിനിങ് ഉണ്ടാകും. ഇതിനകത്തൊരു ചെറിയ ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ചീറ്റിംഗ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ട് കേട്ടോ. നിങ്ങളോട് ചെറിയൊരു ചതി അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അത് തടസ്സങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിയതാണ്. നിങ്ങളോട് ശരിക്കും ഇല്ലാത്ത ചില കാര്യങ്ങൾ, ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലേക്ക് തലയിൽ വെച്ച് ചില കാര്യങ്ങൾ കെട്ടി നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അറിഞ്ഞ് ഒന്ന് പിന്മാറി നിൽക്കുന്ന ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. പിന്നെ ഒരു ഭയവുമുണ്ട് അവർക്ക്. കാരണം ഇത് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ എന്നുള്ളത്. അതായത് ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങൾക്കിടയിൽ ശക്തമായിട്ട് തന്നെ ക്യാരക്ടർ ബേസിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷനകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്
അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷനും ഉണ്ട്. അതൊക്കെ കൊണ്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്കൊരു മടിയുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് ഒരു റിലേഷനിനകത്തുണ്ട്. ഇടയ്ക്ക് അവർ ചിന്തിക്കുന്നുണ്ട്, വളരെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് ഇപ്പോൾ എന്താ മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ളത്. അതായത് നിങ്ങൾ ചിലപ്പോഴെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, മെസ്സേജുകൾ അയക്കുന്നതും കോൾ ചെയ്യുന്നതും അവരെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ, ഇനി ഇവർ ആക്ഷൻ എടുക്കേണ്ടി വരുമോ ബന്ധത്തെ കണക്ട് ചെയ്ത് നിർത്താൻ എന്നൊക്കെയുള്ളൊരു തോട്ട്സും ചിന്തകളൊക്കെ അവരെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിപ്രഷൻ, ആൻസൈറ്റിയൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചൊരു എലോൺ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു കറൻറ്റിൽ. അവരുടെ സമയം എന്ന് പറയുന്നത് അവർക്കൊന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയിലൂടെയാണ്. കാരണം കുറച്ച് ബർഡൻ ഉണ്ട്, അവർക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർ തലയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്, വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ടോട്ടലി നോക്കുമ്പം നിങ്ങളൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അവരുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, കരിയറിനെ, ഫിനാൻസിനെ എല്ലാം സംബന്ധിച്ച് കുറച്ച് സ്ട്രഗിൾ എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇതെല്ലാം കൂടി അവരെ കൊണ്ട് പറ്റാത്ത വിധം, സാധിക്കാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്.